ടു ഓൾ, നമുക്കൊന്നൊരു ചെറിയൊരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുക. അത് വളരെ സിമ്പിളാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് അഡ്വൈസ് വിച്ച് ഫോം ഈസ് മോർ റിസ്കിയർ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസ് ആണ്. എ ഡിയും തന്നിട്ടുണ്ട്, ബി ഡിയും തന്നിട്ടുണ്ട്. 25 lakh എക്ക്, ബിക്ക് 30 lakh. വാരിയബിൾ കോസ്റ്റ് എക്ക് 25% ഓഫ് സെയിൽ, ബിക്കും അങ്ങനെ തന്നെയാണ്. ഫിക്സഡ് കോസ്റ്റ് എയുടെ 8 lakh, ബിയുടെ 2,50,000 ആണ്. അപ്പൊ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അപ്പോൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമ്മൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. രണ്ട് ഫേമിന്റെയും കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. നമ്മളൊരു കോമൺ സ്റ്റേറ്റ്മെന്റ് പോലെ പ്രിപ്പയർ ചെയ്യുക. സെയിൽസ് 25 lakh ആണ് എയുടെ, ബിയുടെ 30 lakh. പിന്നെ നമ്മൾ എന്ത് ചെയ്യാറതെന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ചാലാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പൊ ലെസ് വാരിയബിൾ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ നിൽക്കണേ, 25% ഓഫ് സെയിൽ. അപ്പോൾ 25 ലക്ഷത്തിന്റെ 25%. 25 ലക്ഷം ഇൻറ്റു 25/100 എത്രയാണ്? 6,25,000. അതാണ് എയുടെ വാരിയബിൾ കോസ്റ്റ്. ബിയുടെ അതെ 25% ഓഫ് സെയിലാണ്. അപ്പോൾ 30 lakh ഇൻറ്റു 25/100, അതായത് 7,50,000. കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. അപ്പൊ കോൺട്രിബ്യൂഷൻ 25 ലക്ഷം മൈനസ് 6,25,000 ചെയ്താൽ എയുടെ കിട്ടും 18,70,75,000. ബിയുടെ അതുപോലെ 30 ലക്ഷം മൈനസ് 75,000 ചെയ്താൽ കിട്ടും 22,50,000. നമുക്ക് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എങ്ങനെ കിട്ടുക? കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ കിട്ടുക. അപ്പൊ ലെസ് ഫിക്സഡ് കോസ്റ്റ്. എയുടെ ഫിക്സഡ് കോസ്റ്റ് 8 lakh. അപ്പോൾ 18,70,75,000 മൈനസ് 8 lakh എത്രയാണ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്? 10,70,75,000. ബിയുടെ എത്രയാണ്? 2,50,000 ആണ്. അപ്പോൾ ലെസ് 2,50,000. 22,50,000 മൈനസ് 2,50,000 എത്രയാണ്? 20 ലക്ഷം. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. കോൺട്രിബ്യൂഷൻ ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. കോൺട്രിബ്യൂഷൻ എത്രയാണ്? 18,70,75,000 ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 10,70,75,000. ആൻസർ 1.74. ഇനി ഇവിടെ അതുപോലെ കോൺട്രിബ്യൂഷൻ 22,50,000 ഡിവൈഡഡ് ബൈ 20 ലക്ഷം. ആൻസർ 1.12. നമുക്കറിയാം ഏത് ഫേമാണ് റിസ്കിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ലിവറേജ് കൂടുമ്പോഴാണ് റിസ്ക് കൂടുന്നത്. ഇവിടെ ആർക്കാ ലിവറേജ് കൂടുതൽ? എക്ക്. സോ എ ഈസ് മോർ റിസ്കിയർ ദാൻ ബി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.